ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. ഒരമ്മ പെറ്റ മക്കളെപ്പോലെയാണ് കാൾ മാക്സും ഫ്രെഡറിക് എംഗൽസും. ഇങ്ങനെയൊരു ജോഡി ചരിത്രത്തിൽ ഒരിടത്തും കാണാൻ കഴിയില്ല. എംഗൽസ് ഇല്ലാതെ മാക്സോ, മാർക്സ് ഇല്ലാതെ എംഗൽസിനോ നിലനിൽപ്പില്ല. മാക്സ് 65-ാമത്തെ വയസ്സിലും എംഗൽസ് 75-ാമത്തെ വയസ്സിലുമാണ് നിര്യാതനാകുന്നത്. ലോകത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഇവർ നൽകിയതുപോലെയുള്ള സംഭാവന മറ്റാരെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാൾ മാക്സ് ദരിദ്രനായിരുന്നു, എംഗൽസ് സമ്പന്നനുമായിരുന്നു. ഇതാണ് ഇവർ തമ്മിലുള്ള ഏക വ്യത്യാസം. പക്ഷേ ചിന്തയിൽ ഇവർ ഒന്നായിരുന്നു. ചരിത്രത്തിലെ ഈ അപൂർവ ജോഡികളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. മാർക്സിസം, ലെനിനിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സിദ്ധാന്ത പ്രയോഗത്തിൻ്റെ കൃത്യമായ പേര് ശാസ്ത്രീയ സോഷ്യലിസം എന്നാണ്. ഈ സോഷ്യലിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ സ്ഥാപക ആചാര്യന്മാർ ജർമ്മൻകാരായിരുന്ന കാൾ മാക്സും ഫ്രെഡറിക് എംഗൽസുമായിരുന്നു. എങ്കിലും ഈ സമന്മാരിൽ പ്രഥമൻ മാക്സ് ആണെന്നതിൽ തർക്കമില്ല. എംഗൽസ് തന്നെ ഇക്കാര്യം അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രസ്താവിച്ചിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാക്സിൻ്റെ വെറുമൊരു ശ്രുതിമീട്ടുകാരൻ മാത്രമാണെന്ന് പറഞ്ഞാൽ ചരിത്ര സത്യം നിഷേധിക്കലാകും. എന്നാൽ അതിവിനയം കാരണം എംഗൽസ് തന്നെ അങ്ങനെ തോന്നിപ്പിക്കും വിധം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. മാക്സുമായി പങ്കുചേർന്ന് പ്രവർത്തിച്ച കഴിഞ്ഞ 40 വർഷക്കാലത്തും അതിനു മുമ്പും ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിൽ ഞാൻ സ്വതന്ത്രമായി ചില സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം എനിക്ക് നിഷേധിക്കാനാവില്ല. എന്നാൽ അടിസ്ഥാനപരമായ ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ നേതൃത്വപരമായ പങ്ക് കാൾ മാക്സിൻ്റെ തന്നെയായിരുന്നു. ഈ മൗലിക മേഖലയിൽ ഞാൻ ചെയ്തത് എന്നെ കൂടാതെ മാക്സിന് സ്വന്തമായി ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ കാൾ മാക്സ് നേടിയ കാര്യം എനിക്ക് നേടാനുമാകുമായിരുന്നില്ല. ഇതാണ് എംഗൽസ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. മഹാനായ കാൾ മാക്സിൻ്റെ ഒരു നിഴൽ മാത്രമോ രണ്ടാം നിരക്കാരനോ ആണ് എംഗൽസ് എന്ന് തോന്നൽ മാർക്സിസ്റ്റുകാരിൽ പോലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ധാരണ സത്യവുമായി പുലബന്ധമില്ലാത്ത ഒരു ഭീമ അബദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാൾ മാക്സ് തന്നെ ഇത് പിൽക്കാലത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിയൻ സാമൂഹ്യ ദർശനത്തിൻ്റെയും വിപ്ലവ സിദ്ധാന്തത്തിൻ്റെയും അടിസ്ഥാന ശിലയായ ചരിത്രപരമായ ഭൗതികവാദത്തിൻ്റെ സംഗ്രഹ രൂപം ആദ്യമായി മാക്സ് അവതരിപ്പിച്ചത് 1859-ലാണെങ്കിലും ഫ്രെഡറിക് എംഗൽസും മറ്റൊരു മാർഗത്തിലൂടെ ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തിൻ്റെ സ്ഥിതി എന്ന കൃതിയിലൂടെ ഇതേ നിഗമനത്തിൽ എത്തിച്ചേരുകയുണ്ടായി. 1845 എഴുതപ്പെട്ട വിശുദ്ധ കുടുംബമാണ് കാൾ മാക്സും എംഗൽസും സംയുക്തമായി എഴുതിയ ആദ്യ കൃതി. തുടർന്ന് 1846 പൂർത്തിയാക്കിയ ജർമ്മൻ പ്രത്യയശാസ്ത്രം എന്ന കൃതിയും സംയുക്തമായാണ് ഇവർ രചിച്ചത്. മാർക്സിസത്തിൻ്റെ ദർശനമായ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ ബീജങ്ങൾ ഈ കൃതിയിൽ കണ്ടെത്താം. ഈ രണ്ട് ദാർശനിക കൃതികൾക്ക് ശേഷമാണ് 1857 കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ 2ാം കോൺഗ്രസ് നിർദ്ദേശപ്രകാരം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സംക്ഷിപ്തമായി പ്രതിപാദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 പ്രസിദ്ധീകരിക്കുന്നത്. ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും കർമ്മ പദ്ധതികളും സമാന്തര സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള യുക്തിയുക്ത വിമർശനങ്ങളും അടങ്ങുന്ന ഈ കൃതി 1.25 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും കാര്യമായ കാലാഹരണ ദോഷം ഒന്നും സംഭവിക്കാതെ ലോകവിമോചന പോരാട്ടങ്ങളുടെ വഴികാട്ടിയായി ഇപ്പോഴും തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ വായിച്ച മതേതര കൃതിയും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെയാണ്. മാതൃഭാഷയായ ജർമ്മനിയിൽ എന്ന പോലെ ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യാൻ കാൾ മാക്സിന് കഴിയുമായിരുന്നു.
കൂടാതെ ഗ്രീക്ക്, ലാറ്റിൻ മുതലായ പ്രാചീന ഭാഷകളിലും ദാർശനിക ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചു മനസ്സിലാക്കാനുള്ള അവഗാഹം അദ്ദേഹം നേടിയിട്ടുണ്ട്. എന്നാൽ എംഗൽസ് ആകട്ടെ ആ ഭാഷകളിലും മറ്റ് പല ഭാഷകളിലും നേടിയിരുന്ന പ്രാഗൽഭ്യത്തിന് പുറമെ മാർക്സ് അധികം കൈവയ്ക്കാത്ത പ്രാഗ് ചരിത്രം, നരവംശാസ്ത്രം, ഭൗതികം, രസതന്ത്രം, നക്ഷത്രശാസ്ത്രം, ജൈവശാസ്ത്രം, സൈനിക വിജ്ഞാനീയം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിൽ നേടിയ അറിവ് ആരെയും അത്ഭുതപ്പെടുത്തും. ഏതു സമയത്തും സംശയ നിവാരണങ്ങൾക്കും വിവരശേഖരണത്തിനും പ്രയോജനപ്പെടുന്ന ഒരു സർവ്വവിജ്ഞാന കോശമായിരുന്നു ഫെഡറിക് എംഗൽസ് എന്ന് കാൾ മാർക്സിൻ്റെ പ്രശംസയിൽ അതിശയോക്തി ഇല്ല. എംഗൽസിൻ്റെ പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത, ഡൂറിങ്ങിനെതിരെ, കുടുംബം, സ്വകാര്യ സ്വത്ത്, ഭരണകൂടം എന്നിവയുടെ ഉത്ഭവം തുടങ്ങിയ ബൃഹത് കൃതികളിൽ ഭൗതികശാസ്ത്രങ്ങളും നരവംശാസ്ത്രവും പുരാവസ്തു വിജ്ഞാനവും ചരിത്രവും രാഷ്ട്രീയ മീമാംസയും സന്മാർഗ വിജ്ഞാനീയവും എല്ലാം മിന്നിയും മറഞ്ഞും സമുന്നയിച്ചും കുതിച്ചു മുന്നേറുന്ന കാഴ്ച അനുവാചകരെ അഭിജ്ഞരാക്കുന്നതോടൊപ്പം അമ്പരപ്പിക്കുകയും ചെയ്യും. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാനത്തിൻ്റെ മഹാസ്ഫോടനത്തിൽ 21-ാം നൂറ്റാണ്ടിലും സഹായകരമാകുന്ന അറിവിൻ്റെ തേൻ തുള്ളികളാണ് എംഗൽസിൻ്റെ ഈ കൃതികൾ. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ അനന്ത വിഹായസിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിലെ നായർ സമുദായത്തെക്കുറിച്ച് പോലും ഫെഡറിക് എംഗൽസ് പരാമർശിച്ചിരുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. കുടുംബം, സ്വകാര്യ സ്വത്ത്, ഭരണകൂടം എന്നിവയുടെ ഉത്ഭവം എന്ന കൃതിയിലാണ് കേരളത്തിൽ അക്കാലത്ത് നായർ സമുദായത്തിൽ നിലനിന്നിരുന്ന ബഹുഭർത്തൃത്വവും സംബന്ധം പോലുള്ള ദുരാചാരങ്ങളുടെയും ചരിത്രപരമായ കാരണങ്ങൾ എംഗൽസ് അന്വേഷിക്കുന്നത്. 1820 നവംബർ 28 ജർമ്മനിയിലെ സമ്പന്നനായ പരുത്തി വ്യവസായി ഫെഡറിക്കിൻ്റെയും എലിസബത്തിൻ്റെയും മകനായാണ് എംഗൽസ് ജനിക്കുന്നത്. 11 സഹോദരീ സഹോദരന്മാരാണ് എംഗൽസിനുണ്ടായിരുന്നത്. എൽസഫൈൻ ജിംഷിത്തിലായിരുന്നു വിദ്യാഭ്യാസം. കുടുംബപരമായ ചില പ്രശ്നങ്ങൾ കാരണം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ എംഗൽസിന് കഴിഞ്ഞില്ല. 1838 ജർമ്മനിയിലെ കുടുംബത്തിൻ്റെ വ്യവസായ സംരംഭത്തിൽ ശമ്പളമില്ലാതെ ഗുമസ്തനായി ജോലി ചെയ്യേണ്ടി വന്നു. പിതാവിൻ്റെ പാത പിന്തുടർന്ന് ബിസിനസ് രംഗത്തേക്ക് എംഗൽസ് എത്തുമെന്ന് മാതാപിതാക്കൾ വിചാരിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം വിപ്ലവ പാതയിലേക്ക് നീങ്ങുകയായിരുന്നു. പണക്കാരായ ഒരു വിഭാഗം, അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ദരിദ്രരായ മറ്റൊരു വിഭാഗവും. തൻ്റെ കുടുംബം കൂടി ഉൾപ്പെടുന്ന വിഭാഗമാണ് ഈ തൊഴിലാളികളുടെ മോശം ജീവിത സാഹചര്യങ്ങൾക്ക് കാരണമാകുന്നതെന്ന ചിന്തയാണ് എംഗൽസിനെ വിപ്ലവ ചിന്തയിലേക്ക് നയിച്ചത്. 1842 തുണിമിൽ വ്യവസായത്തിൽ പരിശീലനം നേടുന്നതിനായി എംഗൽസിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലേക്ക് അയച്ചു. എംഗൽസിൻ്റെ പിതാവിന് അവിടെ ഒരു പരുത്തി തുണിമിൽ ഉണ്ടായിരുന്നു. പുതിയ സാഹചര്യങ്ങൾ മകൻ്റെ നിലവിലുള്ള ആശയങ്ങളിൽ മാറ്റം വരുത്തിയേക്കാം എന്നവർ കരുതി. മാഞ്ചസ്റ്ററിൽ നിന്നും തിരികെ ജർമ്മനിയിലേക്ക് പോകുന്ന വഴി പാരീസിൽ വെച്ചാണ് 1842 നവംബറിൽ എംഗൽസ് കാൾ മാർക്സിനെ ആദ്യമായി നേരിട്ട് കാണുന്നത്. ആദ്യ കാഴ്ചയിൽ അവർക്ക് വലിയ മതിപ്പ് തോന്നിയിരുന്നില്ലെങ്കിലും പിന്നീട് വളരെ പെട്ടെന്ന് അടുക്കുകയാണ് ചെയ്തത്. മാഞ്ചസ്റ്ററിലെ കാലഘട്ടത്തിലാണ് ഫെഡറിക് എംഗൽസ് തൻ്റെ ജീവിത പങ്കാളിയായി പിന്നീട് മാറിയ മേരി ബേൺസ് എന്ന തൊഴിലാളി സ്ത്രീയെ പരിചയപ്പെടുന്നത്. 1843 അവരെ ജീവിത സഖിയാക്കി. 20 വർഷം ഒന്നിച്ചു കഴിഞ്ഞിട്ടും നിയമപരമായി അവർ വിവാഹിതരായിരുന്നില്ല. വ്യവസ്ഥാപിത വിവാഹ രീതികളോടുള്ള എതിർപ്പായിരുന്നു അതിന് കാരണം. ഇംഗ്ലണ്ടിലെ ഫാക്ടറി തൊഴിലാളികളുടെ പരിതാപകരമായ സ്ഥിതിയെക്കുറിച്ച് എംഗൽസിനെ ബോധ്യപ്പെടുത്തുന്നത് ഇവരാണ്. ഫാക്ടറി തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ എംഗൽസിനെ ചിന്തിപ്പിക്കുകയും ഇംഗ്ലണ്ടിലെ ചേരികളിൽ കണ്ട ബാലവേലകൾ പോലുള്ള ക്രൂരതകൾ അദ്ദേഹത്തെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്തു. തൊഴിലാളികളുടെ ജീവിതത്തിൽ മാറ്റം വരണമെന്ന ആഗ്രഹമാണ് എംഗൽസിനെ രാഷ്ട്രീയത്തിലേക്ക് ആനയിച്ചത്. 1844 എംഗൽസ് മാഞ്ചസ്റ്റർ വിട്ട് തിരികെ ജന്മദേശമായ ജർമ്മനിയിലേക്ക് മടങ്ങുമ്പോൾ യാത്രാമധ്യേ പാരീസിൽ 10 ദിവസത്തോളം തങ്ങുകയുണ്ടായി. അക്കാലത്ത് യൂറോപ്പിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ സ്ഥിരാകേന്ദ്രമായിരുന്നു പാരീസ്. മാർക്സ് എംഗൽസ് കൂട്ടുകെട്ട് തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. പിൽക്കാലത്ത് മാർക്സിൻ്റെ ജീവിതത്തിലെ താങ്ങും തണലുമായി എംഗൽസ് മാറി. പട്ടിണി മൂലം മരിച്ച സ്വന്തം മകൻ്റെ ശവദാഹത്തിന് പോലും കാശില്ലാതെ അലഞ്ഞ കാൾ മാർക്സിനെ സാമ്പത്തികമായി സഹായിച്ചത് എംഗൽസ് ആയിരുന്നു. അതുമാത്രമല്ല, മാർക്സിൻ്റെ ദൈനംദിന കുടുംബ ചിലവുകൾ പോലും എംഗൽസ് വഹിച്ചു.
ഒരുപക്ഷെ എംഗൽസ് ഇല്ലായിരുന്നെങ്കിൽ കാൾ മാർക്സിൻ്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാകുമായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. 1870 അദ്ദേഹം സ്ഥിരമായി ലണ്ടനിൽ മാറുകയും മാർക്സിനോടൊപ്പം ജീവിക്കുകയും ചെയ്തു. എംഗൽസിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ അനന്തരാവകാശികളാക്കിയത് കാൾ മാർക്സിൻ്റെ മക്കൾ ലാറയെയും എലനറിനെയും അതുപോലെ നേരത്തെ കാൾ മാർക്സിൻ്റെ മരിച്ചുപോയ മകൾ ജെന്നിയുടെ 4 മക്കൾക്കുമായിരുന്നു. ഏകദേശം 26,400 പൗണ്ടായിരുന്നു എംഗൽസിൻ്റെ സമ്പത്തായി ഉണ്ടായിരുന്നത്. ഇന്നത്തെ കണക്കനുസരിച്ച് ഇതിൻ്റെ മൂല്യം ഏകദേശം 5 ദശലക്ഷം അമേരിക്കൻ ഡോളറിന് തുല്യം വരും. കാൾ മാർക്സ് അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിഖ്യാതമായ ഗ്രന്ഥം മൂലധനം എന്ന കൃതിയുടെ പണിപ്പുരയിലായിരുന്നു. 1967 ഇതിൻ്റെ 1ാം വാള്യം ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. കാൾ മാർക്സിൻ്റെ മരണശേഷം എംഗൽസ് ആണ് ആവശ്യമായ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും നടത്തി ഈ മഹത്തായ കൃതിയുടെ 2-3 വാല്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. 1ാം വാല്യത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പും എംഗൽസ് ആണ് നിർവഹിച്ചത്. മൂലധനത്തിൻ്റെ 1ാം വാള്യം പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അവസാന പേജിൻ്റെ പ്രൂഫ് തിരുത്തിയ ശേഷം മാർക്സ് എംഗൽസിന് ഇങ്ങനെ എഴുതി: അങ്ങനെ ഈ വാല്യം പൂർത്തിയായിരിക്കുന്നു. താങ്കളെക്കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമാക്കിയത്. ഈ 3 വാല്യങ്ങളുടെയും പ്രയത്നം എനിക്ക് ഒരുപക്ഷെ ഒരിക്കലും ചെയ്തു തീർക്കാൻ കഴിയുമായിരുന്നില്ല. 1863 എംഗൽസിൻ്റെ ജീവിതസഖി മേരിയുടെ ആകസ്മിക മരണം എംഗൽസിനെ തളർത്തിയിരുന്നു. അവരുടെ അനുജത്തിയായിരുന്ന ലിസിയെ പിന്നീട് എംഗൽസ് ജീവിത പങ്കാളിയാക്കി. 1878 അവരും മരണത്തിന് കീഴടങ്ങി. 2 ബന്ധത്തിലും കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ലിസിയുടെ സഹോദരി പുത്രിയെ മകളെപ്പോലെ വളർത്തിയിരുന്നു എംഗൽസ്. അതോടൊപ്പം കാൾ മാർക്സിൻ്റെ മക്കളെയും സ്വന്തം മക്കളെപ്പോലെയാണ് എംഗൽസ് സംരക്ഷിച്ചിരുന്നത്. പ്രത്യയശാസ്ത്രത്തിൽ മാത്രമല്ല, വിപ്ലവ പ്രസ്ഥാനത്തിന് നേരിട്ട് നേതൃത്വം കൊടുക്കുന്നതിലും എംഗൽസ് മുന്നിലായിരുന്നു. ഇടയ്ക്ക് 1841 നിർബന്ധിത സൈനിക സേവനത്തിന് 1 വർഷം പോകേണ്ടി വന്നത് എംഗൽസിന് വളരെയധികം സഹായകരമായി. 1ാം കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിലും നേതൃത്വപരമായ പങ്ക് എംഗൽസ് വഹിച്ചിരുന്നു. 2020 ഫ്രെഡറിക് എംഗൽസിൻ്റെ 200ാം ജന്മവാർഷികം ലോകമെങ്ങും വലിയ ആഘോഷ പരിപാടികളോട് നടന്നു. വിപ്ലവ ചരിത്രത്തിൽ കാൾ മാർക്സിനെ പോലെ തന്നെ എംഗൽസും എന്നും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. കാൾ മാർക്സിനെയും ഫ്രെഡറിക് എംഗൽസിനെയും കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.